എന്നുവെച്ച് കുഴപ്പമൊന്നുമില്ല. അമ്മയും മുത്തശ്ശിയൊക്കെ എന്നെ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇപ്പൊ ഫ്രീ ആയപ്പോ ഞാൻ മുത്തശ്ശിയെ വിളിച്ചത്. കെണിയോ? എന്താ മോനെ, എന്തെങ്കിലും അപകടം ഉണ്ടായോ? എടാ, നീ ഇന്നലെ എവിടെയായിരുന്നു? സത്യം പറ. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഇന്നലെ യാത്രയില് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. ട്വിസ്റ്റോ? നിനക്ക് എന്തെങ്കിലും അപകടമോ ആപത്തോ വല്ലതും സംഭവിച്ചോ മോനെ? ഏയ് ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പറയാൻ നിന്നാലേ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരിട്ട് വന്നിട്ട് എല്ലാം വിസ്തരിച്ച് പറയാം. മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ലെന്ന് അറിയിക്കാൻ ഒരു വീഡിയോ കോള് വിളിച്ചാ പോരായിരുന്നു? ആ, ഞാൻ വിളിക്കുന്നുണ്ട്. പിന്നെ അമ്മേ, ഇപ്പോഴാ എന്റെ മനസ്സിനൊരു ആശ്വാസമായത്. എന്നാലും ഇന്നലെ രാത്രി അവൻ എന്ത് കെണിയിലാവും പെട്ടുപോയത്? അതെന്താണെന്ന് അവൻ വന്നിട്ട് പറയാന്നല്ലേ പറഞ്ഞത്. എന്തായാലും ആള് സേഫ് ആയിട്ടുണ്ടല്ലോ, ഇനി പേടിക്കാനൊന്നുമില്ല. ഞാൻ ആ DYSP ഒന്ന് വിളിച്ചു പറയട്ടെ. അമ്മേ, ഞാൻ സന്ദീപിന് ലൈനിൽ കിട്ടിയ കാര്യം തമ്പിയേട്ടനോടും വർഷയോടും പറയട്ടെ. അവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. സത്യമാണോ സാറേ? അത് സാറിന്റെ വലിയമ്മാവൻ തന്നെയാണോ? അതെ, പക്ഷേ വല്യമ്മാവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു കാര്യം ഉറപ്പാ, വല്യമ്മാവൻ നമ്മൾ ഇന്നലെ തങ്ങിയ ഏരിയയിൽ എവിടെയോ ഉണ്ട്. കുഞ്ഞികൃഷ്ണൻ, അതാ വല്യമ്മാവന്റെ പേര്. ഫോട്ടോവും മറ്റോ ഉണ്ടെങ്കിൽ സാറിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ ഒന്നുകൂടി അന്വേഷിക്കാമായിരുന്നു. ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ടാവും, നോക്കട്ടെ. ആ, കുറച്ച് പഴയതാ. എങ്കിലും ഈ ഫോട്ടോ കണ്ട ആളെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ തനിക്ക് സെൻഡ് ചെയ്യാം. ശ്രീകളെ, തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും തമ്പിയേട്ടൻ തന്നെ പറയേ, ഞാൻ കേക്കട്ടെ. അതെ, ഇന്നു മുതൽ ദേവൂട്ടിയോട് നീ എന്ത് പോരെടുത്താലും അതിൽ നീ തന്നെയാവും ജയിക്കാൻ പോകുന്നത്. ഓ, ഇതാണോ തമ്പിയേട്ടന്റെ ഗുഡ് ന്യൂസ്? അവളോട് ഞാനെന്തിനാ പോരെടുക്കുന്നേ? നിങ്ങളുടെ വർത്താനം കേട്ടാ തോന്നൂലോ ഞാനാ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരിന്ന്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിലും വീട്ടിൽ ശകുന്തളയെ മുൻനിർത്തിയും സ്കൂളിൽ മല്ലികയെ വെച്ചും ദേവൂട്ടിയോട് ഫൈറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ തന്റെ ഒരു ടാറ്റിക്സ്. എങ്ങനെയൊക്കെയാണെങ്കിലും സന്ദീപ് വരുന്നതിന് മുൻപ് അവളെ ഇവിടുന്ന് തുരത്തണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോ അവനിങ് എത്തിയില്ലേ? എന്ത്, സന്ദീപ് വരുന്നോ? അതെ, തമ്പിയേട്ടനെ അവൻ വിളിച്ചില്ലേ? അവൻ വന്നാലേ തനി പെങ്കോന്തം ഭർത്താക്കന്മാരെ പോലെ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുകയുള്ളൂ. അവനോടൊന്ന് പുറപ്പെട്ടോ? ഇന്നലെ രാത്രിയിലെ പുറപ്പെട്ടു പറയാനാ എന്നെ വിളിച്ചത്. ഞാൻ കരുതി തമ്പിയേട്ടനെ അവൻ വിളിച്ച് ഈ വിവരം പറഞ്ഞു കാണൂന്ന്. ഘോരയ്ക്ക് വീണ്ടും പണി എവിടെയെങ്കിലും പാളിയോ? സന്ദീപ് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തുകയാണല്ലോ, അതും കോൺട്രാക്ട് സൈൻ ചെയ്ത്. തമ്പിയേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. താൻ പറഞ്ഞ പോലെ അവൻ വരുന്നതിന് മുമ്പ് ദേവൂട്ടി ഇവിടുന്ന് ഒഴിവാക്കാനായിരുന്നു എന്റെ ശ്രമം. ഇനിയിപ്പൊ ഏതായാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് കരുതി അവളെ ഞാനിവിടെ വാഴിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ശ്രീകളെ, ഒരു കാരണവശാലും ഔട്ട് ഹൗസ് വിട്ട് അവള് സ്കൂളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കരുത്. അതിന് എന്ത് വന്നിട്ടാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല തമ്പിയേട്ട. അമ്മയോട് ഇനി അതേ ചൊല്ലി പിണങ്ങേണ്ടി വന്നാലും അവൾ ഇവിടുന്ന് സ്കൂളിലെ മാനേജർ ചമഞ്ഞ് പോവില്ല. അതിന് ഞാൻ തന്നെ ഉറപ്പ്.
സോറി ദേവൂട്ടി, ഇന്നലെ എനിക്ക് തന്നോട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആകെ പെട്ടുപോയൊരു ദിവസമായിരുന്നു. ഇന്നലെ ഫോണിൽ കിട്ടാത്തതിന്റെ പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞു തീർക്കുക അവൻ രണ്ടാളും. ആ ദേവൂട്ടി, ഇന്നലെ എനിക്ക് വൻ സർപ്രൈസ് ഉള്ള ദിവസമായിരുന്നു. സംഭവിച്ചത് കേട്ടാ താൻ ഞെട്ടും. ആ എന്താണെന്ന് ചോദിച്ചാ പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് വരല്ലേ, നമുക്കെല്ലാം വിശദമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഇന്നലെ അവിടെയും ചിലതൊക്കെ നടന്നോ? എന്താ ദേവൂട്ടി, അമ്മ എന്തെങ്കിലും കുറുമുണ്ടാക്കിയോ? ഇന്നലെ അവിടെയും ചിലതൊക്കെ നടന്നോ? എന്താ ദേവൂട്ടി, അമ്മ എന്തെങ്കിലും കുറുമുണ്ടാക്കിയോ? ദേവൂട്ടി, കാര്യം എന്താണെന്ന് പറയടോ. ശരി, ഞാൻ വന്നിട്ട് പറയാന്നോ? ഓക്കെ. എന്താ അംബികെ, എന്താ വല്ലാതിരിക്കുന്നേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. അല്ല, നാട്ടിൽ നിന്ന് പോന്നിട്ട് ദേവൂട്ടിയെ കഷ്ടകാലം പിന്തുടരുകയാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കാകെ പേടിയാവുന്നു സുകുമാരിയമ്മ. ശ്രീകലയുടെ കാര്യം ഓർത്തിട്ടാണോ? എങ്കിൽ അതോർത്ത് അംബിക വിഷമിക്കണ്ട. സന്ദീപ് ഏതായാലും ഇന്ന് എത്തുമല്ലോ. അവൻ വന്നിട്ട് നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നടന്ന ഒരാളില്ലേ, ആ ഗഗൻ. അയാളും അയാളുടെ കൂട്ടുകാരനും കൂടി ദേവൂട്ടിയെ തിരഞ്ഞിവിടെ എത്തിയിട്ടുണ്ട്. നേരാണോ അംബികെ? ഈ വിവരം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു?